നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ട് തിരിച്ചു കിട്ടിയോ? അവിടെ പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? നമ്മുടെ ഈ സമ്മാനങ്ങള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ നിന്റെ ഏട്ടന്മാർ സമ്മതിക്കോ? ഈ ചടങ്ങിന് വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുകയല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങള് അവർ ഉറപ്പായിട്ടും വാങ്ങിക്കും. നിന്റെ കാര്യത്തിൽ അവർക്കൊരു പ്രശ്നമില്ല. നീ അവരുടെ കൂടെപ്പിറപ്പാ. അതിനെന്താ? ആ കൂടപ്പിറപ്പിന്റെ കഴുത്തില് താലി കെട്ടിയ ആളാ ധനുഷ്. അത് തന്നെയാണല്ലോ ഈ ശത്രുതയ്ക്കൊക്കെ കാരണവും. ധനുഷിന് എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ച് നിന്റെ ഏട്ടന്മാരെന്തെങ്കിലും പറഞ്ഞാ അത് നമുക്ക് നാണക്കേടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവരുടെ തനി സ്വഭാവം കാണും. നിയന്ത്രണം വിട്ട് ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ വരും. വേണ്ട. തെറ്റ് ചെയ്തത് നമ്മളാ. അവരെന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ആര് പറഞ്ഞു? എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിനേക്കാളും വിപ്ലവം ഉണ്ടാക്കി കല്യാണം കഴിച്ചവര് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. ഒരു ദിവസം കൊണ്ട് കൊടുമുടികൾ കീഴടക്കിയവരാരുമില്ല. നിന്റെ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്കാ. ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ വെച്ച് ധനുഷിന് എന്തെങ്കിലും അപമാനം ഉണ്ടായ അത് ഞാൻ സഹിക്കില്ല. വലതുകാല് വെച്ചതിനെ കേറിക്കോ. എന്തിനാ മടിക്കുന്നേ? ഇന്ന് നമ്മൾ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാ. അതും അച്ഛൻ വന്ന് ക്ഷണിച്ചിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് വലതുകാല് വെച്ചതിനകത്ത് കയറാം. കേറി വാ മക്കളെ. നന്ദേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഇവിടേക്ക് കയറി വരാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടല്ല. നിങ്ങളെ ആരെയും ധിക്കരിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അച്ഛൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. അല്ലാതെ ഇത് നിന്റെ അവകാശമായി കാണുക. നന്ദേട്ടൻ എന്തു പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. അതെല്ലാം കേൾക്കാൻ ഞാൻ അർഹതപ്പെട്ടവനുമാ. ഈ ചടങ്ങ് കഴിഞ്ഞാലുടൻ ഞാൻ തിരിച്ചു പോയിക്കളാം. എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള ശ്രമമാണല്ലേ? വന്ന് കേറിയ പാടെ ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ചടങ്ങ് തുടങ്ങാൻ സമയമായി. മോനെ, ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല. ഈ വീടിന്റെ ഐശ്വര്യമായി കിട്ടിയ 2 കുഞ്ഞുങ്ങളാ. അവരുടെ ചോറൂണ് നടക്കുമ്പോൾ അവർക്കെല്ലാവരുടെ അനുഗ്രഹം കിട്ടണം. എന്തായാലും അച്ഛന്റെ ആഗ്രഹം നടന്നല്ലോ, അത് മതി. നീ അങ്ങനെ പറയരുത്. സ്നേഹ ആ കുഞ്ഞുങ്ങളുടെ ഒരേ ഒരു അപ്പച്ചിയ, അത് മറക്കരുത്.
ആവശ്യമില്ല. നിങ്ങൾ വന്നല്ലോ, അത് മതി. ഞങ്ങള് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതാ. ദേവി ഇത് രണ്ടുപേരും ഇത് വേണ്ടെന്ന് പറയരുത്. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അപ്പച്ചിയാ. ഇവർക്ക് സമ്മാനം കൊടുക്കാനുള്ള അവകാശവും അർഹതയൊക്കെ എനിക്കുണ്ട്. എന്റെ ഭർത്താവിനും ഉണ്ട്. അത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. നിഷേധിച്ചതൊന്നുമല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മോളെ, അവര് സന്തോഷത്തോടെ കൊണ്ടുവന്നല്ലേ, അവരെ വിഷമിപ്പിക്കണ്ട. അത് വാങ്ങിക്കൂ. ആതിരെ, പറയുന്നത് കേൾക്കും മോളെ, അത് വാങ്ങിക്കൂ. ചോറൂണിനുള്ള ചോറും പായസവും ഒക്കെ എടുത്തോളൂ. ആ, ഞാൻ എടുക്കാച്ച. കുഞ്ഞാവേ, വാവേ. എന്താടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.